പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ അത്രയും സ്നേഹമുള്ള ദൈവമക്കളെ, തിരുവചനാഗ്നി ധ്യാനത്തിലേക്ക് ഒരിക്കൽ കൂടെ വളരെ സ്നേഹത്തോടെ വിനയത്തോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ, ഈ ശുശ്രൂഷ ഏറ്റെടുക്കണമേ. നാളെ പെന്തക്കോസ്ത് പെരുന്നാൾ ആഘോഷിക്കാൻ ഞങ്ങൾ കാത്തിരിക്കുമ്പോൾ പെന്തക്കോസ്ത ഞങ്ങളുടെ ജീവിതത്തിൽ വ്യക്തിപരമായി ഒരനുഭവമായി തീരാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറഞ്ഞ് ഞങ്ങളെ ശക്തീകരിക്കണമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ പരിശുദ്ധാത്മാവിന് അടിയറ വയ്ക്കുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, സകല വിശുദ്ധരെ, ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി, ഈ ശുശ്രൂഷ അനുഭവിക്കുന്ന മക്കൾക്ക് വേണ്ടി ഇടതടവില്ലാതെ മാധ്യസ്ഥ വഹിക്കണമെന്ന് അപേക്ഷിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, നാളെ പെന്തക്കോസ്ത് പെരുന്നാൾ നാം ആഘോഷിക്കുകയാണ്. ഈ പെന്തക്കോസ്ത നമ്മുടെ ജീവിതത്തിൽ ഒരനുഭവമായി തീരാൻ നാം എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ദൈവസന്നിധിയിൽ ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ച് ആ പൊന്നുമുഖത്തേക്ക് നോക്കി നമുക്കിരിക്കാം. അപ്പോസ്തലപ്രവൃത്തി 1:8 എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ജെറൂസലേമിലും യഹൂദിയിൽ എല്ലായിടത്തും ശമരിയായിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. വിശുദ്ധ മാമോദീസായിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മെ മാമോദീസ മുക്കിയപ്പോൾ ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ, ഈ ത്രിയേക ദൈവം നമ്മുടെ അകത്തുണ്ട്. ആ സ്വർഗീയമായ അപരിമേയമായ ശക്തി നമ്മുടെ ഉള്ളിൽ ഉണ്ട്. അതുകൊണ്ടാണ് 2 തിമോത്തിയോസ് 1:6 തിമോത്തിയോസ് പറയുന്നു, നിങ്ങൾക്ക് ലഭിച്ച കൃപാവരങ്ങളെ ഉജ്ജ്വലിപ്പിക്കണം. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്. ഈ പരിശുദ്ധാത്മാവിനെ ഉജ്ജ്വലിപ്പിക്കുകയാണ് ഇനി ചെയ്യേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിന് വേണ്ടി, അതായത് പെന്തക്കോസ്ത അനുഭവത്തിന് വേണ്ടി അവരെന്താണ് ചെയ്തതെന്ന് നമുക്ക് ചിന്തിക്കാം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 20:21-22 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്നു, യേശു തമ്പുരാൻ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം പല പ്രാവശ്യം അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. ആദ്യത്തെ പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടിട്ട് അവർക്ക് സമാധാനം ആശംസിച്ചിട്ട് അവരുടെ മേൽ ഊതി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അത് ഭൂമിയിൽ മോചിക്കപ്പെട്ടിരിക്കും, സ്വർഗത്തിലും മോചിക്കപ്പെട്ടിരിക്കുമെന്ന് വ്യക്തമായി അവരോട് പറഞ്ഞു. അവരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ അവർക്ക് നൽകി. അപ്പോൾ പിന്നെ ഈ പെന്തക്കോസ്ത അനുഭവം അതെന്താണ്? അവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകിയെങ്കിലും അവർ റിയലായി അത് അനുഭവിച്ചിട്ടില്ല. റിയലായിട്ടുള്ളൊരനുഭവമാണ് പെന്തക്കോസ്ത ദിവസം പരിശുദ്ധാത്മാവിനെ അവർ അനുഭവിക്കുകയാണ് ചെയ്തത്. എന്നാൽ ഈ പെന്തക്കോസ്ത അനുഭവത്തിന് വേണ്ടി അവർ കാത്തിരിക്കാൻ എന്താണ് കാരണം? നമ്മൾ അപ്പോസ്തലപ്രവൃത്തികൾ 1-ാമത്തെ ചാപ്റ്റർ 1:2-3 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. വിശുദ്ധ ലൂക്കോസ് അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ
അവർക്ക് കാണിച്ചു കൊടുത്തു. യേശു തമ്പുരാൻ കാൽവരി ക്രൂസിൽ മരിച്ച് ഈ മണ്ണിൽ അടക്കപ്പെട്ട് അവിടെ കിടക്കുന്നൊരു ദൈവമല്ല, അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ദൈവമാണെന്ന് 40 നാളുകൾ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് പ്രത്യക്ഷപ്പെട്ട് അവരോടൊപ്പം ഇരുന്ന് അവരോടൊപ്പം ഭക്ഷിച്ച് അവർക്ക് കൺമുന്നിൽ ദൃഷ്ടാന്തമായി കാണിച്ചു കൊടുത്തു. അതുകൊണ്ട് യേശു പറയുന്നത് അത് വിശ്വസിക്കാം. അവർ വിശ്വസിച്ചു. മക്കളെ, നിങ്ങൾ കാത്തിരിക്ക്, വാഗ്ദാനത്തിനായി കാത്തിരിക്ക്. ഹല്ലേലൂയ. പിന്നെ പറയുന്നുണ്ട് ഇവിടെ, യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവുകൊണ്ട് സ്നാനം ലഭിക്കും. അതുകൊണ്ട് നിങ്ങൾ ജെറുസലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദാനത്തിനായി കാത്തിരിക്കണം. അവർ യേശു പറഞ്ഞത് വിശ്വസിച്ചു, അവർ വാഗ്ദാനത്തിൽ വിശ്വസിച്ചു. വിശുദ്ധ ലൂക്കോസ് 14:16 എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കാൻ ഞാൻ ഒരു സഹായകനെ നിങ്ങൾക്ക് തരും. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല, ഞാൻ നിങ്ങൾക്കൊരു സഹായകനെ തരും. യേശു പറഞ്ഞതെല്ലാം അവർ വിശ്വസിച്ചു. അവർ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കാൻ കാരണം അവരുടെ കൺമുന്നിൽ അവർ യേശുവിനെ കണ്ടു. ഹല്ലേലൂയ. ദൈവമക്കളെ, അതുകൊണ്ട് അവർ ദാഹത്തോടെ കാത്തിരിക്കുക. അനാഥരായിട്ട് ഞങ്ങളെ വിടില്ല. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ കൺമുന്നിൽ ഞങ്ങളുടെ തൊട്ടടുത്തുണ്ട്. യേശു പറഞ്ഞത് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. അങ്ങനെ അവർ മർക്കോസിൻ്റെ മാളികയിൽ കാത്തിരിക്കുക. എത്ര ദിവസമാണ് കാത്തിരിക്കേണ്ടതെന്ന് പറഞ്ഞില്ല. എത്ര ദിവസം കാത്തിരുന്നാലാണ് ഈ സഹായകൻ വരിക? ഈ സഹായകൻ ഒരു വ്യക്തിയായി യേശുവിനെ പോലെ ഒരു മനുഷ്യനായിട്ടാണ് വരുന്നത്? അവർക്കറിഞ്ഞുകൂടാ. ദൈവമക്കളെ, മർക്കോസിൻ്റെ മാളിക മർക്കോസ് വിട്ടുകൊടുത്തു ദൈവമക്കൾക്ക് വേണ്ടി. ഒരു ദിവസമല്ല, 2 ദിവസമല്ല, 3 ദിവസമല്ല, എത്ര ദിവസം വേണമെങ്കിലും അവിടെ ഇരിക്കാൻ ആ ഭവനം വിട്ടുകൊടുത്തു. അത് ദൈവാലയമായിരുന്നില്ല അന്ന്, അതൊരു വീടായിരുന്നു. ദൈവമക്കളെ, സഭയുടെ ഇനാഗ്രേഷൻ നടന്നത് ഒരു വീട്ടിലാണ്. അവിടെയാണ് അഗ്നിനാവുകൾ ഇറങ്ങി വന്നത്. ഒന്നാമത്തെ പെന്തക്കോസ്ത മർക്കോസിൻ്റെ ഭവനത്തിൽ. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മളായിരിക്കുന്നിടത്ത് നമുക്ക് കാത്തിരുന്ന് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. പെന്തക്കോസ്ത നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. 2-ാം അധ്യായം. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തുനിന്നൊരു മുഴക്കമുണ്ടായി. ദൈവമക്കളെ, കൊടിയ കാറ്റ്, ഒരു വലിയ കാറ്റ്. അത് സ്വർഗത്തിൽ നിന്ന് വന്ന കാറ്റാണ്, അത് ഭൂമിയിലെ കാറ്റല്ല. ഒരു വലിയ മുഴക്കമുണ്ടായി. എന്താണ് സംഭവിച്ചത്? അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറഞ്ഞു. അവരിരുന്ന ആ മുറി മുഴുവനും നിറഞ്ഞു. എന്നിട്ടോ അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ച് തുടങ്ങി. ദൈവമക്കളെ, ഇത് സഭയുടെ ഉദ്ഘാടനമാണ്. ഇത് വലിയൊരു യാഥാർത്ഥ്യമാണ്. ഇത് വലിയൊരു സംഭവമാണ്. സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന വലിയ അനുഭവമാണ്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം യഥാർത്ഥമായി അനുഭവിച്ചു 120 പേര് ആ സമൂഹത്തിൽ ഇറങ്ങി വന്നു. ആ മുറി മുഴുവനും നിറഞ്ഞു. ഹല്ലേലൂയ. ആ മുറി മുഴുവനും അഗ്നിനാവുകൾ. ആ സമൂഹത്തിലുള്ളവർ മുഴുവനും അത് കണ്ടു. എന്നിട്ടോ വ്യക്തിപരമായി അവരുടെ മേൽ പതിഞ്ഞു. വ്യക്തിപരമായി അവർ അത് അനുഭവിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവമക്കളെ, സെഹിയോൻ മാളികയിൽ ഈ പത്രോസും കൂട്ടരുമോടെ ഇരിക്കുമ്പോൾ അവർ ഉള്ളു നിറയെ ഭയമാണ്. ഭയത്തിൻ്റെ ആത്മാവ് അവരെ ഗ്രസിച്ചിരുന്നു. കാരണം യേശു തമ്പുരാൻ വരുന്നു പോകുന്നു, വരുന്നു പോകുന്നു. ഞങ്ങളുടെ കൂടെ മുഴുവൻ സമയവുമില്ല, ഞങ്ങളെല്ലാം വിട്ടവൻ്റെ കൂടെ പോയതാ. ഇനി ഈ സഹായകൻ വരുന്നത് വരെ ഞങ്ങൾ ഈ മാളിക മുറിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ യേശുവിനെ
കൊന്നവർ ഞങ്ങളെ കണ്ടുപിടിച്ചാൽ, പത്രോസിന്റെ ഉള്ളിലാണ് ഏറ്റവും അധികം പേടി, എന്നെ പിടിച്ചു കൊണ്ടുപോയി യേശുവിനെ ക്രൂശിച്ചതുപോലെ ക്രൂശിക്കും. ഭയമുണ്ടവരുടെ ഉള്ളിൽ. അതുകൊണ്ട് വാതിലൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. ദൈവമക്കളെ, ഒരു ചെറിയ ശബ്ദം കേട്ടാൽ അവരെല്ലാവരും ഞെട്ടും. അത് മാത്രമല്ല, അവരുടെ ഉള്ളിൽ അതിശക്തമായ വെറുപ്പുണ്ട്. യേശുവിനെ ക്രൂശിച്ചവരോട് പറഞ്ഞാൽ തീരാത്ത വെറുപ്പുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുണ്ടല്ലോ കൂടെ. അമ്മ പറഞ്ഞു, മക്കളെ, നമ്മൾ സഹായകന് വേണ്ടി കാത്തിരിക്കുകയാ. മക്കളെ, നിങ്ങളൊരു കാര്യം ഓർക്ക. യേശു തമ്പുരാൻ പഠിപ്പിച്ച ഗിരിപ്രഭാഷണമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ചിന്തിച്ച് നമുക്ക് ധ്യാനിച്ചു കൊണ്ടിരിക്കാം. നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, മത്തായി 5:44. നിങ്ങളെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവിൻ. ഇതൊക്കെ അവരെ ചങ്കിനകത്ത് ഈ വചനമെല്ലാം വന്ന് നിറയുന്നത് പോലെ അവർക്ക് തോന്നി. സഹായകന് ലഭിക്കാൻ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കിട്ടണമെങ്കിൽ ഉറപ്പായും ഉള്ള ശുദ്ധമാകണമെന്നവർക്ക് മനസ്സിലായി. അവർ പശ്ചാത്തപിക്കാൻ തുടങ്ങി, അവർ അനുദപിക്കാൻ തുടങ്ങി. അവർ യേശുവിനെ ക്രൂശിച്ചവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടാകും. കാരണം അങ്ങനെ യേശു പഠിപ്പിച്ചിട്ടുണ്ട്. 10 ദിവസം വേണ്ടി വന്നു അവരൊരുങ്ങാൻ. 10 ദിവസം വേണ്ടി വന്നു അവരുടെ ഉള്ളിലുള്ള വെറുപ്പാകുന്ന വിഷജലം ഇറങ്ങിപ്പോയി ഉള്ളിൽ സ്നേഹജലം നിറയാൻ. 10-ാം ദിവസം സ്വർഗത്തിൽ നിന്ന് തമ്പുരാൻ നോക്കി, എൻ്റെ മക്കളുടെ ഉള്ളെല്ലാം ശുദ്ധമായിട്ടുണ്ടോ? അന്ന് പെന്തക്കോസ്ത പെരുന്നാളാണ്. എന്താണ് സംഭവിച്ചത്? ഹല്ലേലൂയ! അന്ന് സകല ജാതികളിൽ നിന്നും ജെറുസലേമിൽ വന്ന് പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാർ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്നേ ദിവസം എൻ്റെ ഈ മക്കളുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ചൊരിഞ്ഞാൽ ഇന്ന് വലിയ അത്ഭുതം നടക്കുമെന്ന് സ്വർഗം തിരിച്ചറിഞ്ഞു. ദൈവമക്കളെ, അങ്ങനെ വലിയ മുഴക്കം കേട്ടിട്ട് ഇത് 120 പേര് മാത്രമല്ല കേട്ടത്. ജെറുസലേമിൽ പെന്തക്കോസ്ത പെരുന്നാളിന് വന്നവർ ഇത് കേട്ടു, ഈ വലിയ മുഴക്കം. ആ മുഴക്കം കേട്ട ഇടത്തേക്ക് അവർ ഓടി വന്നു. അത് സെഹിയോൻ മാളിക. അവർ നോക്കിയപ്പോൾ എന്താണ് കണ്ടത്? ഈ മുഴക്കം ഉണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി. ഓരോരുത്തൻ താൻ്റെ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ട് അമ്പരന്നു പോയി. എല്ലാവരും ഭ്രമിച്ച് ആശ്ചര്യപ്പെട്ടു. ഈ സംസാരിക്കുന്നവരെല്ലാം ഗലീലക്കാർ അല്ലയോ? പിന്നെ നാം ഓരോരുത്തരും ജനിച്ച നമ്മുടെ സ്വന്തം ഭാഷയിൽ അവർ സംസാരിക്കുന്നെങ്ങനെ? ഈ ഭൂമിയിലുള്ള ആകാശത്തിന് കീഴുള്ള സകല ജാതികളിൽ നിന്നും ജെറുസലേമിൽ വന്ന് പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാരാണ് മുഴക്കം കേട്ട് ഓടിച്ചെന്നത്. പല ഭാഷകളിൽ സംസാരിക്കുന്നവർക്ക് ഇവർ പറയുന്നത് മനസ്സിലായി. പല ഭാഷകളിൽ സംസാരിക്കുന്ന ജനമാണ് വന്നുകൂടിയത്. എന്നാൽ അവരുടെ ഭാഷയിൽ അവർക്ക് അത് മനസ്സിലായി. ദൈവമക്കളെ, ബാബേലിൽ ഭാഷ കലക്കി. ഇവിടെ ഭാഷയുടെ ഐക്യമാണ് പെന്തക്കോസ്ത ദിവസം. ഹല്ലേലൂയ! ദൈവമക്കളെ, ഈ പെന്തക്കോസ്തയുടെ അനുഭവം നമുക്കുണ്ടാകാനാണ് പെന്തക്കോസ്ത പെരുന്നാൾ നാം എല്ലാ വർഷവും ആചരിക്കുന്നത്. ഈ പെന്തക്കോസ്തയുടെ അനുഭവം നമുക്ക് ലഭിക്കാൻ നാം എന്താണ് ചെയ്യേണ്ടത്? ശിഷ്യന്മാർ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ചതുപോലെ യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന ജീവനുള്ള ദൈവമാണെന്ന്, യേശു കർത്താവാണെന്ന്, യേശു എൻ്റെ ദൈവമാണെന്ന്, യേശു എൻ്റെ രക്ഷകനാണെന്ന് വ്യക്തിപരമായി വിശ്വസിച്ച് അവൻ്റെ വാഗ്ദാനങ്ങളിൽ നാം വിശ്വസിച്ച് ദൈവമക്കളെ, ഈ വാഗ്ദാനത്തിനായി നാം കാത്തിരിക്കണം. ഈ വാഗ്ദാനത്തിനായി നാം ഇടതടവില്ലാതെ വലിയ ദാഹത്തോടെ നാം കാത്തിരിക്കണം. വലിയ ദാഹത്തോടെ കാത്തിരുന്നാൽ ഉറപ്പായും ഈ വാഗ്ദാനം ഹല്ലേലൂയ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനെ ഉജ്ജ്വലിപ്പിക്കുവാൻ കൃപാവരങ്ങൾ ഉജ്ജ്വലിച്ച് ഹല്ലേലൂയ നിങ്ങൾ പരിശുദ്ധാത്മാവിൽ ശക്തി ലഭിച്ചിട്ട് ജെറുസലേമിലും യഹൂദയിലെല്ലായിടത്തും ശമരിയിലും ഭൂലോകത്തിൻ്റെ അറ്റത്തോളം സാക്ഷികളാകാനാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമുക്ക് ലഭിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ പാപങ്ങളോർത്ത് നാം പശ്ചാത്തപിക്കണം. അപ്പോസ്തല പ്രവൃത്തി 2:38 ചെയ്തു പോയ പാപങ്ങളോർത്ത് പശ്ചാത്തപിച്ച്, പ്രത്യേകിച്ച് നമ്മുടെ നാവ്
നമ്മുടെ നാവിനെ നിയന്ത്രിക്കാൻ, നാവ് കൊണ്ട് കുറ്റം പറയാതിരിക്കാൻ, നാവിൻ്റെ സാദൃശ്യത്തിൽ, അഗ്നി നാവിൻ്റെ സാദൃശ്യത്തിലാണ് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്ന് നിറഞ്ഞത്. നാവെടുത്ത് യേശുവിനെ സാക്ഷിക്കാൻ, നാവെടുത്ത് സാക്ഷിക്കാൻ, നാവ് കൊണ്ട് കുറ്റം പറയാതിരിക്കാൻ. അതുകൊണ്ട് 39-ാം സങ്കീർത്തനത്തിൽ ദാവീദ് ഇങ്ങനെ പറയുന്നുണ്ട്, നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എൻ്റെ മുമ്പിലിരിക്കുമ്പോൾ എൻ്റെ വായ് കടിഞ്ഞാണിട്ട് കാക്കുമെന്നും ഞാൻ പറഞ്ഞു. ഒരു ദുഷ്ടാരൂപി എപ്പോഴും നാവ് കൊണ്ട് പാപം ചെയ്യാൻ നമ്മെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട്. അതാണ് പത്രോസ്ലിഹ പറഞ്ഞത്, പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആര് വിഴുങ്ങേണ്ടുവെന്ന് തിരഞ്ഞ് ഊടാടി സഞ്ചരിച്ചു കൊണ്ട് നടക്കുന്നുണ്ട്. ഓരോ ദൈവമക്കളുടെയും ചുറ്റും ഊടാടി സഞ്ചരിച്ച് നടക്കുന്നുണ്ട് പാപത്തിൽ വീഴിക്കാൻ, പ്രത്യേകിച്ച് നാവ് കൊണ്ട് പാപം ചെയ്യിക്കാൻ. ഹല്ലേലൂയ. അതുപോലെ ഏതെങ്കിലും ആസക്തികളിൽ കുടുങ്ങിക്കിടക്കുകയാണെങ്കിൽ ആ ആസക്തികളിൽ നിന്ന് വിടുതൽ ലഭിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഉറപ്പായും നിങ്ങൾ പരിശുദ്ധാത്മാവിനെ വിളിച്ച് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു നോക്ക്. പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. ഇത് ഉറപ്പാണ്, ഇത് വിശ്വസിക്ക്. ദൈവമക്കളെ, ദാവീദ് പറഞ്ഞു, ഞാൻ നാവ് കൊണ്ട് പാപം ചെയ്യുകയില്ല. എന്താണ് സംഭവിച്ചത്? 39 സങ്കീർത്തനം 2-3 വാക്യങ്ങൾ. നന്മയെ ഞാൻ ഉരിയാടാതെ ഊമനായിരുന്നു, നന്മയെ ഗണ്യമാക്കാതെ മൗനമായിരുന്നു. എൻ്റെ സങ്കടം പൊങ്ങി വന്നു, എൻ്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂട് പിടിച്ചു. എൻ്റെ ധ്യാനത്തിങ്കൽ തീ കത്തി, ധ്യാനത്തിൽ തീ ഇറങ്ങി വന്നു. എപ്പോഴാ? നാവ് കൊണ്ട് പാപം ചെയ്യുകയില്ലെന്ന് ദാവീദ് പ്രതിജ്ഞയെടുത്തപ്പോൾ ഹൃദയത്തിൽ ചൂട് പിടിച്ചു, സ്വർഗത്തിലെ തീ ഇറങ്ങി. എന്നിട്ടോ നാവ് കൊണ്ട് സംസാരിച്ചു, ധ്യാനത്തിങ്കൽ തീ കത്തി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെയും സിസ്റ്ററിനെ ഓർക്കുന്നു, ധ്യാനത്തിന് വന്ന ഒരു ചെറുപ്പക്കാരൻ പാപങ്ങളോർത്ത് അനുദപിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടണമെങ്കിൽ, അഭിഷേകം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയത് ഉജ്ജ്വലിപ്പിക്കുകയാണ്. അതിനുവേണ്ടി ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. സത്യകുംഭസാരം നടത്തിയിട്ട് ആ ചെറുപ്പക്കാരൻ വന്ന് പറഞ്ഞത് ഇങ്ങനെയാ, സിസ്റ്ററെ, ഞാൻ എൻ്റെ എല്ലാ പാപങ്ങളും ഏറ്റുപറഞ്ഞു. ആ സമയത്ത് ബഹുമാനപ്പെട്ട അഭിഷിക്തൻ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. മോനെ, നീ ചെയ്ത പാപങ്ങളെല്ലാം ക്ഷമിച്ചു തന്നിരിക്കുന്നു എന്നായിരിക്കാം അച്ഛൻ പ്രാർത്ഥിച്ചത്. യേശുവിൻ്റെ മുറിവിലേക്കെല്ലാം ചേർത്ത് വെച്ച് എൻ്റെ പാപങ്ങൾ ക്ഷമിച്ചു തന്നിരിക്കുന്നു എന്നുള്ള ആ പ്രാർത്ഥന എൻ്റെ നെറ്റിയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞാനൊരു ദർശനം കണ്ടു. ക്രൂശിൽ കിടക്കുന്ന യേശുവിനെ, യേശുവിൻ്റെ മുറിവുകൾ കത്തി ജ്വലിക്കുന്നു. ആ മുറിവുകളിൽ നിന്ന് തിരുരക്തം ഒഴുകി വീഴുന്നു എൻ്റെ ശിരസിലേക്ക്. ഉച്ചി മുതൽ ഉള്ളങ്കാൽ വരെ ഞാൻ പാപം ചെയ്യാത്ത ഒരവയവവുമില്ല, ഞാൻ ഈ ഭൂമിയിൽ ചെയ്യാത്ത ഒരു പാപവുമില്ല. ആ പരിശുദ്ധ രക്തം എൻ്റെ നെറുകയിലേക്ക് ഒഴുകി ഉച്ചി മുതൽ ഉള്ളങ്കാൽ വരെ കഴുകുന്നത് ഒരു നിമിഷം ഞാൻ അനുഭവിച്ചു. ഞാൻ അനുഭവിച്ച സന്തോഷം, ആത്മീയമായ സ്വാതന്ത്ര്യം, അത് വാക്കുകൾക്കപ്പുറമാണ്. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ പരിശുദ്ധാത്മാവിനെ വിളിച്ച് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധ്യം തരുന്ന പരിശുദ്ധാത്മാവേ, എനിക്ക് സത്യകുംഭസാരം നടത്താനുള്ള കൃപ തരണമേ എന്ന് ഞാൻ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ദുശീലങ്ങളുടെ കെട്ടുകളെല്ലാം അഴിഞ്ഞു. എല്ലാ പാപവും ഞാൻ ഏറ്റുപറഞ്ഞു. എനിക്ക് ക്രൂശിൽ കിടക്കുന്ന യേശുവിനെ കാണാനും ആ തിരുരക്തം കൊണ്ട് കഴുകൽ അനുഭവിക്കുവാനും സ്വർഗത്തിലെ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, പാപങ്ങളോർത്ത് അനുദപിച്ച് സത്യകുംഭസാരം നടത്തണം. വിശുദ്ധ കുർബാന അനുഭവിക്കണം. വിശുദ്ധ കുർബാന പരിശുദ്ധാത്മ നിറവിൽ അനുഭവിക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് തോരാതെ ഒഴുകുന്ന ഒരു അനുഭവം ആരാധനയിൽ സംബന്ധിക്കുമ്പോൾ നമുക്കുണ്ടാവും. വിശുദ്ധ കുർബാന വലിയ അനുഭവമായി തീരും. പരിശുദ്ധാത്മാവിൻ്റെ ഈ ശക്തി നമ്മളിൽ നിറഞ്ഞു കഴിയുമ്പോൾ. ക്രിസ്തുവിനെ ഓർക്കുകയാണ്, അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നാത്യോസ്, അന്നത്തെ ട്രാജൻ ചക്രവർത്തി വിശുദ്ധ ഇഗ്നാത്യോസിനോട് പറഞ്ഞു, യേശുവിനെ കുറിച്ച് ഇനി സംസാരിക്കരുത്. യേശുവിനെ കുറിച്ച് സംസാരിച്ചാൽ നാവ് മുറിച്ചു കളയും.
ഈ നാവ് കൊണ്ടല്ലേ പറയുന്നത്, ഈ നാവ് കൊണ്ടല്ലേ യേശുവിനെ സാക്ഷിക്കുന്നത്. നാവ് മുറിച്ചു കളയും. അപ്പോൾ വിശുദ്ധ ഇഗ്നാത്യോസ് ട്രാജൻ ചക്രവർത്തിയോട് പറഞ്ഞു, എൻ്റെ നാവ് മുറിച്ച് കളഞ്ഞിട്ട് നിങ്ങൾ എൻ്റെ ചങ്ക് കുത്തിപ്പൊളിച്ച് നോക്കിയാൽ അവിടെ യേശു എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കാണാം. എൻ്റെ നാവ് മുറിച്ച് കളഞ്ഞാൽ, എൻ്റെ ചങ്ക് കുത്തിപ്പൊളിച്ച് നിങ്ങൾ നോക്കിയാൽ എൻ്റെ ചങ്കിനകത്ത് യേശു എന്ന് എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ദൈവമക്കളെ, നാവ് മുറിച്ച് കളഞ്ഞു, ചങ്ക് കുത്തിപ്പിളർന്ന് നോക്കിയപ്പോൾ ട്രാജൻ ചക്രവർത്തി അത്ഭുതപ്പെട്ടു. അവിടെ യേശു എന്ന് എഴുതി വെച്ചിരിക്കുകയാ. അത് അനുഭവമായി കണ്ണുകൊണ്ട് കാണാൻ സാധിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, യേശുവിനെ കർത്താവിൻ്റെ രക്ഷിതമായി സ്വീകരിക്കണം. പാപങ്ങളോർത്ത് അനുതപിക്കണം. ക്ഷമിക്കാനുള്ളവരോടെല്ലാം ക്ഷമിക്കണം. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. നമ്മെ വേദനിപ്പിച്ചവരോട് പോലും ക്ഷമ ചോദിക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നിരപ്പിൻ്റെ അനുഭവം ഉണ്ടാവുക. അപ്പോഴാണ് പരിശുദ്ധാത്മാവിൻ്റെ ഈ നിറവ്, ഈ അനുഭവം നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, സുസ്ഥിനെ ഓർക്കുക. ഇവിടെ താമസിച്ചുള്ള ധ്യാനത്തിന് 5 ദിവസത്തെ ധ്യാനത്തിന് വന്ന ഒരു പെൺകുട്ടി, അവള് പ്രാർത്ഥിക്കാനായിട്ട് അടുത്ത് വന്നപ്പോൾ ആ പെൺകുട്ടിക്ക് വേണ്ടി സിസ്റ്റർ പ്രാർത്ഥിച്ചു. പെട്ടെന്ന് പരിശുദ്ധാത്മാവ് ഒരു കാര്യം പറഞ്ഞു. ദൈവമക്കളെ, പരിശുദ്ധാത്മാവിൻ്റെ സ്വരം നമുക്ക് കേൾക്കാൻ പറ്റും. പരിശുദ്ധാത്മാവിൻ്റെ ആ നിറവ് നിറഞ്ഞ് കവിഞ്ഞ് 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 എന്തുമാത്രമാണോ ഇതൊരു നദിയായി നമ്മിൽ നിന്ന് ഒഴുകുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ഉള്ള ഒരു അരുവിയായി, ഒരു നദിയായി ഒഴുകുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അനേക മക്കൾക്ക് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. ദൈവമക്കളെ, ഈ എളിയ ദാസിക്ക് അധികമൊന്നും അങ്ങനെ കേൾക്കാൻ സാധിച്ചിട്ടില്ല. എങ്കിലും ഈ സമയത്ത് ഈ പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവിനോട് പറയുകയാണ്, ഈ പെൺകുട്ടിയുടെ ഉള്ളിൽ ഒരാളോട് അതിശക്തമായ വെറുപ്പുണ്ട്. ചോദിക്കാൻ പറഞ്ഞു. ഞാൻ മോളോട് ചോദിച്ചു, മോളെ, നിന്റെ ഉള്ളിൽ ആരോടാണ് ക്ഷമിക്കാൻ പറ്റാത്ത അതിശക്തമായ വെറുപ്പ്? അവൾ പറഞ്ഞു, എനിക്ക് എൻ്റെ അപ്പനോടാ വെറുപ്പ്. ചുരുക്കി പറയട്ടെ, ഞാൻ ചോദിച്ചു, മോളെ, കാണപ്പെട്ട ദൈവമാണ് മാതാപിതാക്കൾ, എന്തിനാണ് അപ്പനോട് മോൾക്ക് ഇത്രയധികം വിദ്വേഷം? അവൾ പറഞ്ഞു, സിസ്റ്ററെ, എൻ്റെ അപ്പൻ ചെയ്ത കാര്യങ്ങൾ ഓർത്താൽ സിസ്റ്ററിനോട് ക്ഷമിക്കാൻ പറയില്ല. ഞാൻ എൻ്റെ ഭവനത്തിൽ മൂത്ത കുഞ്ഞാണ്. ഞാൻ കുഞ്ഞായിരിക്കുമ്പോഴൊക്കെ കാണുന്നത് എന്നും എൻ്റെ അപ്പൻ മദ്യപിച്ച് വന്ന് എൻ്റെ അമ്മയെ മർദ്ദിക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 3ാമത്തെ കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ കിടക്കുമ്പോൾ അപ്പൻ മദ്യപിച്ച ലക്കില്ലാതെ വന്ന് എൻ്റെ അമ്മയുടെ വയറ്റിൽ തന്നെ ഞാഞ്ഞ് ചവിട്ടുന്നതാണ് ഞാൻ കണ്ടത്. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ കുഞ്ഞല്ലേ. ഞാൻ മാറിപ്പോയി നിന്ന് പൊട്ടി പൊട്ടി കരഞ്ഞു. അപ്പൻ്റെ അമ്മയെ മർദ്ദിച്ചിട്ട് അവിടെ നിന്ന് പോയി. അല്പസമയം കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ മരിച്ച ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. എൻ്റെ അപ്പൻ ഒരു കൊലയാളിയാണ്. എൻ്റെ അപ്പനോട് സിസ്റ്ററെ ക്ഷമിക്കണോ? ഞാൻ പറഞ്ഞു, മോളെ, ഞാൻ പരിശുദ്ധാത്മാവിനോട് ഒരു നിമിഷം ആലോചന ചോദിച്ചു, ഈ മകളോട് എന്താണ് പറയേണ്ടത്? അപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഇങ്ങനെ ഒരു അപ്പനിൽ നിന്ന് ജന്മമെടുക്കാനാണ് ദൈവത്തിൻ്റെ പദ്ധതി. മോളെ, നീ മാനസാന്തരപ്പെട്ടിട്ട് നിൻ്റെ അപ്പന് വേണ്ടി ചങ്കുരുകി നിലവിളിച്ച് പ്രാർത്ഥിച്ച് നിൻ്റെ അപ്പൻ പരിശുദ്ധാത്മാവുണ്ടെന്നറിയാൻ, യേശുവിൻ്റെ രക്തം കൊണ്ട് കഴുകപ്പെടാൻ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഞാൻ ആ മോളോട് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, ഇല്ല ഇല്ല, സ്വർഗത്തിൽ നിന്ന് ദൈവം ഇറങ്ങി വന്ന് എന്നോട് പറഞ്ഞാൽ പോലും ഞാൻ എൻ്റെ അപ്പനോട് ക്ഷമിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇനി ഈ മകളോട് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ. ഞാൻ അവളോട് പറഞ്ഞു, മോളെ, നിൻ്റെ കഴിവ് കൊണ്ട് നിനക്ക് ക്ഷമിക്കാൻ പറ്റില്ല. പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്ക്, ഉറപ്പായും അപ്പനോട് ക്ഷമിക്കാനുള്ള കൃപ കിട്ടും. ഹല്ലേലൂയ. ദൈവമക്കളെ, ആ പെൺകുട്ടി രാത്രിയിൽ ധ്യാനം കഴിഞ്ഞ് കിടന്നുറങ്ങാനായി ഡോർമെട്രിയിൽ ചെന്നു.
എല്ലാവരും കിടന്നു, ഇവളും കിടന്നു. പക്ഷെ ഇവൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അവളുടെ ചെവിയിൽ അവൾ ഒരു സ്വരം കേൾക്കുകയാണ്, അപ്പനോട് ക്ഷമിക്ക്, അപ്പനോട് ക്ഷമിക്ക്, മോളെ അപ്പനോട് ക്ഷമിക്ക്. അവൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ദൈവമക്കളെ, അവൾ പറഞ്ഞത് ഇങ്ങനെയാ. അവൾ ആ ഡോർമെട്രിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. എല്ലാവരും കിടന്ന് കൂർക്കം വലിച്ച് ഉറങ്ങുകയാണ്. എനിക്ക് മാത്രം ഉറങ്ങാൻ പറ്റുന്നില്ലല്ലോ. അവള് വിഷമിച്ചു. ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല. ഈ ശബ്ദം അവളെ വേട്ടയാടുകയാണ്. മണിക്കൂറുകൾ കഴിഞ്ഞു. 2 മണി 3 മണിയൊക്കെയായി. എനിക്ക് ഉറങ്ങാനും പറ്റുന്നില്ല. ഈ ശബ്ദം എൻ്റെ അടുത്തുനിന്ന് പോകുന്നില്ലല്ലോ. അങ്ങനെ ചിന്തിച്ച് അവള് ലൈറ്റ് ഓൺ ചെയ്തു. ലൈറ്റ് ഓൺ ചെയ്ത് നോക്കി. സിസ്റ്റർ ഇവിടെ വന്ന് നിന്ന് എന്നോട് പറയുന്നതാണോ? അങ്ങനെ ചിന്തിച്ചവള് ലൈറ്റ് ഓൺ ചെയ്ത് നോക്കിയപ്പോൾ മുറിയിൽ ആരുമില്ല. മുറിയുടെ വാതിലുകളെല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. ലൈറ്റ് ഓഫ് ചെയ്തു. വീണ്ടും അവൾ പരിശ്രമിച്ചു. അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുകയാണ്. കട്ടിലിൽ വന്ന് കിടന്നു. ഉറങ്ങാൻ പറ്റുന്നില്ല. ഈ സ്വരം അവളെ വേട്ടയാടുന്നു. ദൈവമക്കളെ, അവസാനം അവൾ പറഞ്ഞത് ഇങ്ങനെയാ. അവൾ വെറുതെ തറയിൽ കുത്തിയിരുന്നു. എന്നിട്ട് സിസ്റ്റർ അവസാനം പറഞ്ഞ കാര്യം ഓർത്തു. മോളുടെ കഴിവ് കൊണ്ട് ക്ഷമിക്കാൻ പറ്റില്ല. പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. അവൾ പരിശുദ്ധാത്മാവിനെ വിളിച്ചു. പരിശുദ്ധാത്മാവേ, എൻ്റെ അപ്പനോട് ക്ഷമിക്കാൻ എനിക്ക് പറ്റുന്നില്ല, എനിക്കതിനുള്ള കൃപ തരുമോ എന്ന് ചോദിച്ച് അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് തറയിൽ ഇങ്ങനെ വീഴുകയാ. അവൾ പറഞ്ഞത് എങ്ങനെയാ? ഞാൻ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിച്ച ആ നിമിഷം എൻ്റെ ഉള്ളിലേക്കൊരു ശക്തി കടന്നു വന്നു. ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞു, ഞാൻ എൻ്റെ അപ്പനോട് ക്ഷമിച്ചിരിക്കുന്നു. എൻ്റെ നാവിൽ നിന്ന് ഒരു 100 കിൻഡൽ ഭാരമുള്ള ഒരു സാധനം ഇങ്ങനെ അഴിഞ്ഞു പോകുന്നത് എനിക്ക് അനുഭവിക്കാൻ സാധിച്ചു എന്ന്. ദൈവമക്കളെ, ആ പെങ്കൊച്ച് എൻ്റെ അടുത്തുനിന്ന് എഴുന്നേറ്റ് പോയപ്പോൾ അവളൊരു പ്രതിജ്ഞ എടുത്താ പോയത്. ഈ സിസ്റ്ററിനെ കണ്ടാൽ ഞാൻ മുഖം തിരിച്ചു നടക്കും. ആ കൊലയാളിയായ അപ്പനോട് ക്ഷമിക്കാൻ പറഞ്ഞ ഈ സിസ്റ്ററുടെ മുഖം പോലും എനിക്ക് കാണണ്ട. അങ്ങനെ ചിന്തിച്ചു പോയ പെൺകുട്ടി നേരം വെളുത്തപ്പോൾ മുതൽ സിസ്റ്ററിനെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ എനിക്കിതൊന്നും പറയണം, എൻ്റെ കെട്ടഴിഞ്ഞു എന്ന് എനിക്കൊന്ന് പറയണം. ഹല്ലേലൂയ. അങ്ങനെ ചിന്തിച്ച് അവൾ നടന്നെങ്കിലും അവസാന ദിവസമാണ് അവളെ ഞാൻ വിളിച്ചത്. അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവസാന ദിവസം വിളിച്ച് അപ്പോൾ അവൾ ചോദിച്ചു, സിസ്റ്റർ എന്തുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും എന്നെ വിളിക്കാതിരുന്നത്? ഞാൻ പറഞ്ഞു, മോളെ, ഇപ്പോഴാണ് നിൻ്റെ കാര്യം ഓർത്തത്, അപ്പം ഞാൻ നിന്നെ വിളിച്ചതാ. ദൈവമക്കളെ, ഒരു ഡെലിവറൻസ് പ്രയറും നടത്തിയില്ല. അവൾ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിച്ച ആ നിമിഷം അവളുടെ കെട്ടഴിഞ്ഞു. ഹല്ലേലൂയ. ഇത് വിശ്വസിക്ക്. നിങ്ങൾക്ക് ഏത് പാപ മേഖലയിൽ നിന്നാണ് വിടുതൽ കിട്ടാത്തത്? നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ലേ? നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ച് പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ഷമിക്കാനുള്ള കൃപ കിട്ടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിരന്തരം വചനം വായിക്കണം. നിരന്തരം വചനം വായിച്ച് വചനത്തിൽ നമ്മൾ ജീവിക്കണം. യോഹന്നാന്റെ സുവിശേഷം ഒന്നാമത്തെ ചാപ്റ്ററിൽ പറയുന്നത് എങ്ങനെയാ? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവം തന്നെയാണ്, വചനം ജീവനാണ്, വചനം ആത്മാവാണ്. ഹല്ലേലൂയ. വിശുദ്ധ യോഹന്നാൻ 6:63. വചനം ആത്മാവാണ്, വചനം ജീവനാണ്, ദൈവം ആത്മാവാണ്. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. നമുക്കൊരു ശരീരമുണ്ട്, എന്നാൽ നമ്മുടെ ഉള്ളിൽ ദൈവത്തിന് വസിക്കാനുള്ള പള്ളിയാണ് ഇത് എന്ന് 1 കൊരിന്ത്യർ ലേഖനം 3:16 പറയുന്നു. ദൈവത്തിന് വസിക്കാനുള്ള പള്ളി, ദൈവ ആത്മാവിന് വസിക്കാനുള്ള പള്ളിയാണ്. നമ്മൾ നിരന്തരം വചനം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമുക്ക് കിട്ടും. വചനം കേൾക്കുമ്പോഴും വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോഴും നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടും. അപ്പോസ്തല പ്രവൃത്തി 10:44 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പത്രോസ്ലിഹ എഴുന്നേറ്റ് നിന്ന് വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ വിജാതിയരുടെ മേൽ പോലും പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞു എന്ന് അവിടെ കാണുകയാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ, അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ, യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുന്ന എല്ലാവർക്കും പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിച്ചാൽ പരിശുദ്ധാത്മാവിനെ കിട്ടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 സിസ്റ്റർ ഇങ്ങനെ ഓർക്കുന്നു, കുട്ടികളുടെ ധ്യാനം നടക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. ഈ മക്കളോട് പറഞ്ഞു, മക്കളെ, ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ
നിങ്ങൾ പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹത്തോടെ പ്രാർത്ഥിക്കുക, നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. വചനം കേൾക്കുകയും ചെയ്യാം, ഉള്ളിൽ പ്രാർത്ഥിക്കുകയും ചെയ്യാം. അപ്പോൾ അല്പസമയം കഴിഞ്ഞപ്പോൾ 10 വയസ്സുള്ള ഒരു കുഞ്ഞ്, ഈ കുഞ്ഞ് പൊട്ടിക്കരയാൻ തുടങ്ങി. എന്തിനാ കുഞ്ഞ് കരയുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. തേങ്ങി തേങ്ങി കരയുക, ഏകലടിച്ച് കരയുകയാണ്. ഞാൻ ഈ കുഞ്ഞിനെ ക്ലാസ് നിർത്തിയിട്ട് വിളിച്ച് ചോദിക്കണമെന്ന് ചിന്തിച്ചപ്പോൾ ക്ലാസ് എടുക്കാൻ പറ്റുന്നില്ല. അപ്പോഴേക്കും ഈ കുഞ്ഞ് സ്റ്റേജിനടുത്തേക്ക് വന്നു. ഞാൻ ചോദിച്ചു, മോനെ എന്തിനാ കരയുന്നത്? അപ്പോൾ ആ കുഞ്ഞെന്നോട് പറഞ്ഞു, സിസ്റ്ററെ, എനിക്ക് അനുഗ്രഹം വേണം. ഹല്ലേലൂയ, ഇന്ന് വരെ ഒരാളും ഇങ്ങനെ പറഞ്ഞിട്ടില്ല, എനിക്ക് അനുഗ്രഹം വേണം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, മോനെ ഈ ക്ലാസ് കഴിയുമ്പോൾ മോൻ സിസ്റ്ററിൻ്റെ കൂടെ വരണം, സിസ്റ്ററിൻ്റെ അടുത്തേക്ക് വരണം. ക്ലാസ് കഴിഞ്ഞു. ഈ കുഞ്ഞ് അടുത്തേക്ക് ഓടി വന്നു, ഒരു കസേര ഇട്ട് കൊടുത്തു. ആ കുഞ്ഞിരുന്നു, ഞാനും ഇരുന്നു. ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ വീണ്ടും അതുപോലെ തേങ്ങി കരയുകയാണ്. ചോദിച്ചു, മോനെ എന്തിനാ കരയുന്നത്? കരച്ചിലടക്കാൻ കുഞ്ഞിന് പറ്റുന്നില്ല. അപ്പം ഞാൻ ചിന്തിച്ചു, കുറേ സമയം കരയട്ടെ. കുറേ സമയം കഴിഞ്ഞപ്പോൾ കരച്ചിൽ പതുക്കെ കുറഞ്ഞു തുടങ്ങിയപ്പോൾ ആ കുഞ്ഞിൻ്റെ തോളിൽ പതുക്കെ കരവെച്ച് ആശ്വസിപ്പിച്ചിട്ട് ചോദിച്ചു, മോനെ എന്തിനാ കരയുന്നേ? അപ്പോൾ ആ കുഞ്ഞ് പറഞ്ഞു, സിസ്റ്റർ പറഞ്ഞില്ലേ പരിശുദ്ധാത്മാവേ എന്നിൽ വന്ന് നിറയണമേ എന്ന് പ്രാർത്ഥിക്കാൻ. ഞാനങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ എൻ്റെ തോളിൽ ആരോ കൈവച്ചിരിക്കുന്നത് എനിക്ക് അനുഭവമായി. ഞാൻ പതുക്കെ തിരിഞ്ഞു നോക്കിയപ്പോൾ വെള്ള അങ്കി ധരിച്ച്, ചുമന്ന ഷാള് ധരിച്ച്, ശരിക്കും നമ്മൾ പടത്തിൽ കാണുന്ന യേശു ഉണ്ടല്ലോ, ജീവനോടെ എൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയാ. എന്നിട്ട് എൻ്റെ മുഖത്തേക്ക് നോക്കി എന്നോട് പറഞ്ഞു, മോനെ അനുഗ്രഹം ചോദിക്കാൻ. എന്താണ് ചോദിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. പെട്ടെന്ന് എൻ്റെ പപ്പയുടെ കാര്യം ഓർമ്മ വന്നു. ഞാൻ എൻ്റെ പപ്പയെ യേശുപ്പയ്ക്ക് കൊടുത്തു. ഞാൻ ചോദിച്ചു, മോനെ പപ്പയ്ക്ക് എന്താ പറ്റിയത്? അപ്പോൾ ആ കുഞ്ഞ് പറഞ്ഞു, എൻ്റെ പപ്പയുടെ ശരീരം മുഴുവനും ചൊറിഞ്ഞ് വലിയ നീരായി, ആ നീരിൽ നിന്ന് രക്തവും ചലവും ഒക്കെ ഒഴുകിക്കൊണ്ടിരിക്കുക. ഞാൻ ചോദിച്ചു, മോനെ സോറിയാസിസിൻ്റെ രോഗമാണോ? അതെ. എൻ്റെ പപ്പയെ ഒരു മുറിയിൽ അടച്ചു പൂട്ടിയിട്ടിരിക്കുക. മമ്മി ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കും. എൻ്റെ പപ്പയെ ഞാൻ കണ്ടിട്ട് കുറേ നാളുകളായി വസ്ത്രം ധരിക്കാൻ പറ്റില്ല എൻ്റെ പപ്പയ്ക്ക്. ഞാൻ ചോദിച്ചു, മോനെ യേശുപ്പയ്ക്ക് പപ്പയെ കൊടുത്തു, എന്നിട്ട് പിന്നെ എന്താ സംഭവിച്ചത്? അപ്പോൾ ആ കുഞ്ഞ് പറയുകയാ, എൻ്റെ യേശുപ്പ എൻ്റെ പപ്പയുടെ അടുത്ത് ചെന്ന്, എൻ്റെ പപ്പയുടെ അടച്ചിട്ടിരിക്കുന്ന മുറിയിൽ ചെന്ന് എൻ്റെ പപ്പയെ തൊട്ട് എൻ്റെ പപ്പയ്ക്ക് സൗഖ്യം നൽകി. പ്രൈസ് ദി ലോർഡ്. 10 വയസ്സായ ഒരു കുഞ്ഞ് പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവമക്കളെ ഉണ്ടായ അനുഭവമാണ് ആ കുഞ്ഞ് സാക്ഷ്യപ്പെടുത്തിയത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മൾ നിരന്തരം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടി, നിറവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. ഈ അപ്പോസ്തല പ്രവൃത്തി 1:8 ആ വചനം സിസ്റ്റർ ഒരു പ്രാവശ്യം കൂടെ വായിക്കാം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ജെറുസലേമിലും യഹൂദയിലെല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. ദൈവമക്കളെ, ഈ വചനം കുറേ നാളുകൾ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ, എൻ്റെ മനസ്സിൽ ഇങ്ങനെ പൊങ്ങി വരികയാണ്. ഞാൻ ഈ വചനം പറഞ്ഞിങ്ങനെ പ്രാർത്ഥിച്ച് നടന്നപ്പോൾ ദൈവത്തമ്പുരാൻ അത്ഭുതകരമായി, ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ സിംഗപ്പൂർ രാജ്യത്ത് എന്നെ ധ്യാനത്തിന് പറഞ്ഞയച്ചു. അവിടെ രോഗികൾ സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്. ഞാൻ അതേക്കുറിച്ചൊന്നും പറയുന്നില്ല. ദൈവമക്കളെ, വീണ്ടും കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ വചനം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ പരിശുദ്ധാത്മാവ് തരികയാണ്. ഞാൻ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഈ വചനം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ജ്വലിച്ചു വരികയാണ്. അങ്ങനെ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ച് നടക്കുമ്പോൾ UAE എല്ലാ പള്ളികളിലും പോയി ധ്യാനം നടത്തുവാൻ, ഒരു 10 പള്ളികളിൽ, ക്നാനായക്കാരുടെ പള്ളി, ഷാർജ, അബുദാബി പള്ളികളിൽ പോലും പോയി ധ്യാനം നടത്തുവാൻ പരിശുദ്ധാത്മാവ് എനിക്ക് കൃപ തന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ,
പരിശുദ്ധ സ്ലീഹന്മാർ 120 പേർ, പ്രത്യേകിച്ച് 12 സ്ലീഹന്മാർ ഈ പെന്തക്കോസ്തയുടെ അനുഭവം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് കിട്ടിയ കൃപ എന്താണ്? ഒന്ന്, അവർ ധൈര്യശാലികളായി മാറി. അവരുടെ ഭയം വിട്ടുപോയി. ദൈവമക്കളെ, അവര് ആ ജെറൂസലേമിൽ പെന്തക്കോസ്ത പെരുന്നാളിന് വന്നവരുടെ അടുക്കലേക്ക് ധീരതയോടെ കടന്നു ചെന്ന് വാതിലുകളൊക്കെ തുറന്നിട്ട് അവരുടെ അടുക്കലേക്ക് കടന്നു ചെന്നിട്ട് പത്രോസ്ലീഹ മുഖം നോക്കാതെ അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞു, ഹല്ലേലൂയ, നിങ്ങൾ ക്രൂശിച്ചു കൊന്നത് സത്യദൈവത്തെയാണ്. യേശു ക്രിസ്തു സത്യദൈവമാണ്. യേശു മരിച്ച് അടക്കപ്പെട്ട മണ്ണിനടിയിൽ കിടക്കുകയല്ല, ഉയർത്തെഴുന്നേറ്റ് 40 നാളോളം ഞങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടു. യേശു ഇന്നും ജീവിക്കുന്നു. ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന്. അങ്ങനെ ഞങ്ങൾക്ക് സഹായകനെ അയച്ചു തന്നു. അഗ്നി നാവുകൾ ഞങ്ങളിൽ വന്നു. നിങ്ങൾ ഈ യേശുവിനെ വിശ്വസിക്കുക. പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ അഭിഷേകം പ്രാപിച്ചിരിക്കുക. യേശുവിനെ കർത്താവും രക്ഷിതാവുമായി നിങ്ങൾ സ്വീകരിച്ചാൽ, നിങ്ങൾ പാപങ്ങളോർത്ത് അനുതപിച്ചിട്ട് യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാം. നിങ്ങൾക്ക് ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടും. ദൈവമക്കളെ, എന്താ സംഭവിച്ചത്? 3000 പേർ അന്ന് പാപങ്ങളോർത്ത് അനുതപിച്ച് പരിശുദ്ധ സഭയോട് ചേർന്നു. നമുക്കറിയാം, സ്ലീഹന്മാർക്ക് ധൈര്യം കിട്ടി എന്ന് മാത്രമല്ല, അവര് സുവിശേഷ വേല ചെയ്യാൻ അവർക്ക് കൃപ കിട്ടി. അവർക്ക് സഹിക്കാനുള്ള കൃപ കിട്ടി. 5-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം നാം വായിക്കുമ്പോൾ, ദൈവമക്കളെ, അവിടെ മഹാപുരോഹിതന്മാര്, അവിടെ ചുമതലയുള്ളവരൊക്കെ കൂടി യേശുവിനെ സാക്ഷിക്കരുതെന്ന് പറഞ്ഞ് ഇവരെ താക്കീത് ചെയ്യുകയാണ്. ഇവരെ താക്കീത് ചെയ്തു. ദേവാലയത്തിൽ പോയി ശിഷ്യന്മാർ മടി കൂടാതെ പ്രസംഗിക്കുക. അത് കേട്ടിട്ട് അവരെ വിളിച്ച് താക്കീത് ചെയ്തു, യേശുവിനെ കുറിച്ച് സംസാരിക്കരുത്. അപ്പോൾ പിറ്റേ ദിവസം നോക്കുമ്പോഴും അവർ ദേവാലയത്തിൽ നിന്ന് സംസാരിക്കുക. പിറ്റേ ദിവസം നോക്കുമ്പോഴും അവർക്ക് പേടിയില്ല, അവരിന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ വീണ്ടും അവർ വിളിച്ചു, അമർച്ചയായി കൽപ്പിച്ചു. 5:28 ഈ നാമത്തിൽ ഉപദേശിക്കരുതെന്ന് ഞങ്ങൾ നിങ്ങളോട് അമർച്ചയായി കൽപ്പിച്ചുവല്ലോ. നിങ്ങളോ ജെറുസലേമിനെ നിങ്ങളുടെ ഉപദേശം കൊണ്ട് നിറച്ചിരിക്കുന്നു. ആ മനുഷ്യൻ്റെ രക്തം ഞങ്ങളുടെ മേൽ വരുത്തുവാൻ ഇച്ഛിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് പത്രോസും ശേഷം അപ്പോസ്തലന്മാരും, മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതാകുന്നു. നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു. ഇസ്രായേലിന്റെ മാനസാന്തരവും പാപമോചനവും നൽകുവാൻ ദൈവം അവനെ പ്രഭുവായും രക്ഷിതാവായും തൻ്റെ വലം കൈയാൽ ഉയർത്തിയിരിക്കുന്നു. ഈ വസ്തുതയ്ക്ക് ഞങ്ങളും ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധാത്മാവും സാക്ഷികളാകുന്നു എന്ന് പറഞ്ഞു. ദൈവമക്കളെ, ഇത് കേട്ടപ്പോൾ അവരെന്ത് ചെയ്തു എന്നറിയാമോ? കോപാവശരായി അവരെ ഒടുക്കിക്കളയാൻ ഭാവിച്ചു. അവരെ അടുപ്പിച്ച് അവരെ പറഞ്ഞയച്ചു, ഇനി ഈ നാമത്തിൽ നിങ്ങൾ ഉച്ചരിച്ചു പോകരുത്, യേശുവിനെ സാക്ഷിക്കരുതെന്ന്. എന്നാ സംഭവിച്ചെന്നറിയാമോ? ഇവിടെ പറഞ്ഞിരിക്കുന്നു. എന്താ പറഞ്ഞിരിക്കുന്നത്? അതായത്, യേശുവിന് വേണ്ടി ഞങ്ങൾക്ക് സഹിക്കാനുള്ള കൃപ കിട്ടിയല്ലോ. അടുപ്പിച്ചപ്പോൾ പറയും, ഇനി യേശുവിൻ്റെ നാമത്തിൽ സംസാരിക്കരുതെന്ന് പറഞ്ഞു. 41-ാമത്തെ വാക്യത്തിൽ, തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു. അവർക്ക് യേശുവിനോട് കൂടെ തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യത ലഭിച്ചതുകൊണ്ട് അവർ സന്തോഷിച്ചു. പ്രൈസ് ദി ലോർഡ്. അവർക്ക് സഹിക്കാനുള്ള കൃപ കിട്ടി. അത് മാത്രമല്ല, അവർക്ക് രോഗികളെ സുഖപ്പെടുത്താൻ, പാപബന്ധനങ്ങൾ അഴിക്കാൻ, പൈശാചിക ബന്ധനങ്ങൾ അഴിക്കാനും കൃപ കിട്ടി. യേശുവിന് വേണ്ടി രക്തസാക്ഷിയാകാൻ പോലുമുള്ള കൃപ അവർക്ക് കിട്ടി. അവർ ലോകം മുഴുവനും ഭൂലോകത്തെ കീഴ്മേൽ മറിച്ചവർ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ഈ 12 സ്ലീഹന്മാരുടെ ജീവചരിത്രമാണ്. ലോകം മുഴുവനും യേശുവിനെ സാക്ഷിക്കാൻ ഇന്ന് ഭൂമിയിൽ ഏറ്റവും അധികം ആളുകൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണ്. ഈ ഭൂമിയിലുള്ള 750 കോടി ജനങ്ങളിൽ 250 കോടി ജനവും യേശുവിനെ സാക്ഷിക്കുന്നവരാ. എവിടെ നിന്നാണ്? ഈ ശിഷ്യന്മാരിൽ നിന്നാണ് ഈ പകർച്ച നടത്തപ്പെട്ടത്. ദൈവമക്കളെ, നമ്മൾ കൊയ്ത്ത് ധാരാളമുണ്ട്. ഹല്ലേലൂയ.
കൊയ്ത്ത് ധാരാളമുണ്ട്, വേലക്കാർ ചുരുക്കമാണ്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി നമ്മൾ കാത്തിരുന്ന് ഒരു ദിവസം പ്രാർത്ഥിച്ചാൽ പോരാ. എന്നും ദൈവസന്നിധിയിൽ കുറേ സമയമിരുന്ന് ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കൂടെ നടക്കുന്ന പരിശുദ്ധാത്മാവ് കൂടെ നടന്ന് നമ്മോട് സംസാരിക്കുന്ന ഒരനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഹല്ലേലൂയ. നീ ഇടത്തോട്ടോ വലത്തോട്ടോ പോകുമ്പോൾ, തിരിയുമ്പോൾ മുന്നിൽ നിന്നൊരു ശബ്ദം കേൾക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക എന്ന ഈ ഒരനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ ദൈവമക്കളെ ഒരു ജീവിതമാണ് നമുക്ക് തന്നിട്ടുള്ളൂ. നാം കാത്തിരുന്ന എല്ലാ ദിവസവും പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവ് നയിക്കുന്ന ഒരു ജീവിതം നാം നയിക്കണം. അതിനുവേണ്ടിയാ ഈ ക്രിസ്തീയ ജീവിതം നമുക്ക് ദൈവം തന്നിരിക്കുന്നത്. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, നാളെ പെന്തക്കോസ്തി പെരുന്നാളിന് വേണ്ടി ഞങ്ങൾ ദാഹത്തോടെ കാത്തിരുന്ന് പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ഹല്ലേലൂയ. ജീവിതത്തിൽ മറ്റെല്ലാറ്റിനേക്കാൾ അധികമായി അങ്ങേ സ്നേഹിക്കുവാൻ യേശുവേ, അങ്ങേ സ്നേഹിച്ച് ആ ദൈവ സ്നേഹത്തിൻ്റെ വിരിപ്പിനുള്ളിൽ അമർന്നിരുന്ന് പൊട്ടിത്തെറിക്കുന്ന ഒരു അനുഭവം ഞങ്ങൾക്കുണ്ടാകാൻ ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ ആ ശക്തി പ്രാപിച്ച് ഞങ്ങൾ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ആ സഹായകനോട് ചേർന്ന് കൂടെ ജീവിക്കുന്ന ഒരനുഭവം ഞങ്ങൾക്കുണ്ടാകാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥന ദൈവമേ ഞങ്ങൾ വിട്ടുകളയാതെ ഇടതടവില്ലാതെ പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് പ്രാർത്ഥനാ വരം തരണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ. ചെയ്തു പോയ പാപങ്ങളോർത്ത് അനുതപിക്കുവാൻ, അനുരഞ്ജനത്തിൻ്റെ മേഖല ശരിയാക്കാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ. വചനത്തിൽ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. കാത്തിരുന്ന് പ്രാർത്ഥിക്കുവാൻ, എല്ലാ ദിവസവും ദാഹത്തോടെ പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് വിനയത്തോടെ വലിയ വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, സകല വിശുദ്ധരെ മാധ്യസ്ഥം വഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ തിരുവചനാഗ്നി ധ്യാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് പേര് വെളിപ്പെടുത്തരുതെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കുടുംബമാണ്. ആ ഭവനത്തിലെ ഗൃഹനാഥ രോഗിയാണ്. കാൽമുട്ടുകൾക്കൊക്കെ വേദനയുണ്ട്. ദൈവമേ, അങ്ങയുടെ അടിപ്പിണരിലെ സൗഖ്യശക്തി ആ മകളിലേക്ക് ഒഴുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനേക്കാൾ ഉപരിയായി ആ ഭവനത്തിലുള്ള മക്കൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കാൻ, ശക്തി പ്രാപിക്കുവാൻ ദൈവമേ ഞങ്ങൾ വിനയത്തോടെ പ്രാർത്ഥിക്കുകയാണ്. ഈ തിരുവചനാഗ്നി ധ്യാനം സ്പോൺസർ ചെയ്തിട്ടുള്ള എല്ലാ മക്കളും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നിറവിൽ ജീവിക്കുവാൻ ദൈവമേ സഹായിക്കണമേ. ധ്യാനകേന്ദ്രം ദാനമായി തന്ന മകന് നിത്യശാന്തി നൽകണമേ. ആ കുടുംബത്തെ തലമുറയായി അനുഗ്രഹിക്കണമേ. ആ ഭവനത്തിലുള്ളവരെല്ലാം ഈ ആലയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട ആചാര്യന്മാരും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സും ശുശ്രൂഷകരെല്ലാം ഈ ആലയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സകലരും പരിശുദ്ധാത്മാവിൻ്റെ ആ ശക്തിയിൽ നിറയാൻ ദൈവമേ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കരുണ തോന്നണമേ. പെന്തക്കോസ്ത ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഭവമാകാൻ, അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കുന്ന അനുഭവം ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കൾക്കും ലഭിക്കുവാൻ, കാത്തിരുന്ന് പ്രാർത്ഥിക്കുവാൻ, ഇടതടവില്ലാതെ പ്രാർത്ഥിക്കുവാൻ ദൈവമേ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ കൂടെ നടക്കണമേ, ഞങ്ങളെ നയിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതൻ്റെ കൃപയും പരിപൂർണമാക്കുന്ന പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നിങ്ങളെല്ലാവരുടെ മേലും, നമ്മളോർത്ത് പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മേൽ, സമർപ്പിച്ച വിഷയങ്ങളുടെ മേൽ ഇന്നും എന്നും എല്ലാ നാളും വർദ്ധിക്കുമാറാകട്ടെ. ആമേൻ.